നമസ്കാരം. മാസപ്പടി വിവാദത്തിൽ ഉൾപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഇല്ല എന്ന് മാത്യു കുഴൽനാടൻ MLA. ബംഗളൂരു കമ്മീഷണറേറ്റിൽ നിന്നുള്ള രേഖ പുറത്തുവിട്ടുകൊണ്ടാണ് MLA ഇക്കാര്യം സമർത്ഥിക്കാൻ ശ്രമിച്ചത്. നികുതി അടച്ചു എന്ന ധനമന്ത്രി KN ബാലഗോപാലിന്റെ പ്രസ്താവന CPM കള്ളം പറയിച്ചതാണ്. വീണ വിജയന്റെ സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ വിവരങ്ങൾ തേടിക്കൊണ്ട് വിവരാവകാശ അപേക്ഷ നൽകിയിരുന്നുവെന്ന് മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി. എന്നാൽ വിവരങ്ങൾ ലഭ്യമല്ല എന്നാണ് മറുപടി കിട്ടിയത്. വീണയെ സംരക്ഷിക്കാൻ ധനമന്ത്രിയെ കൊണ്ട് CPM കള്ളം പറയിപ്പിച്ചു. 1,72,00,000 രൂപ നികുതി അടച്ചോ എന്നായിരുന്നു തന്റെ ചോദ്യം. നിയമപ്രകാരം സംസ്ഥാനത്തിന് കിട്ടേണ്ട നികുതി കിട്ടി എന്നായിരുന്നു മന്ത്രി പറഞ്ഞത്. 2017 മുതലുള്ള GSTയുടെ കാര്യമാണ് മന്ത്രി പറഞ്ഞത്. മാസപ്പടി കേസിൽ 2 കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ നിലപാട് എന്നതായിരുന്നു CPMന്റെ ആദ്യത്തെ ന്യായീകരണം. GST അടച്ചതിനാൽ അഴിമതി അല്ലെന്നതായിരുന്നു CPM പറഞ്ഞത്. 1,72,00,000 രൂപ GST അടച്ചുവെന്നായിരുന്നു CPM ആവർത്തിച്ചത്. അക്കാര്യത്തിൽ പരിശോധന ആവശ്യപ്പെട്ടുകൊണ്ട് ധനമന്ത്രിക്ക് താൻ കത്ത് നൽകിയിരുന്നു. സംസ്ഥാനത്തിന് കിട്ടേണ്ട നികുതി കിട്ടിയെന്നായിരുന്നു ധനമന്ത്രിയുടെ പ്രതികരണം. വീണയ്ക്ക് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല. CMRL നിന്ന് എക്സാലോജിക്കിലേക്ക് പോയ പണം അഴിമതി പണമെന്നാണ് SFIO കോടതിയിൽ അറിയിച്ചത്. ഇതേ കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നായിരുന്നു തന്റെ ആവശ്യം. 1.72 കോടി രൂപയിൽ GSTക്ക് മുൻപ് എത്ര രൂപ വീണയ്ക്ക് ലഭിച്ചു എന്നത് അന്വേഷിക്കണം. 1.72 കോടി രൂപയ്ക്ക് മുഴുവനായും നികുതി അടച്ചുവെന്ന് ആരും തന്നെ പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയും CPMും മറുപടി പറയണം. ചില പോരാട്ടങ്ങളിൽ ദൈവം കൂടെ തന്നെ നിൽക്കും. മാസപ്പടി കേസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അനുമതി പാർട്ടി തനിക്ക് നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. വീണ വിജയൻ പൂർണ്ണമായും GST അടച്ചിട്ടില്ല എന്ന് നേരത്തെ മാത്യു കുഴൽനാടൻ ആരോപിച്ചിരുന്നു. CMRLൽ നിന്ന് 2017-2018 വർഷം 60 ലക്ഷം രൂപയാണ് വീണ കൈപ്പറ്റിയത്. ഇതിൽ 25 ലക്ഷം രൂപയ്ക്ക് GST അടച്ചിട്ടുള്ളൂ. CMRLൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയതിന് ശേഷമാണ് രണ്ടാമത്തെ നികുതി അടച്ചത് എന്നും കുഴൽനാടൻ ആരോപിക്കുന്നു.